സുഹൃത്തുക്കളെ, ഗ്രേസ് മേഴ്സി ആൻഡ് പീസ് ഫ്രം ഗോഡ് ഫാദർ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ് പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് നാം അനുഭവത്തിൽ കൂടി പോരുത് ആസ് ഫ്രീ പീസ് ടു, അതായത് പിതാമദൈവത്തിലും കർത്താവ് യേശു ക്രിസ്തുവിലും സഹോദരന്മാർക്ക് സമാധാനം വിശ്വാസത്തോടിയ സ്നേഹം ലഭിക്കട്ടെ. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്സ് കാസ്റ്റിംഗ് ഡൗൺ ആസ് ഫ്രീ പീസ് ടു, പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്സ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്, ഗ്രേസ് മേഴ്സി ആൻഡ് പീസ് ഫ്രം ഗോഡ് ഫാദർ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ് ഫോർ ബദൻ യു ഹാവ് കാണ്ടർ ലിബർട്ടി. നാം അനുഭവത്തിൽ കൂടി പോരുത്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഫോർ ബദൻ യു ഹാവ് കാണ്ടർ ലിബർട്ടി, അതായത് ഇന്നത്തെ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ 27 to 2026 എന്താണ് വെള്ളിയാഴ്ച, ദാറ്റ് ഈസ് ശുക്രവാർ, ദാറ്റ് ഈസ് ഫ്രൈഡേ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയാം. എന്താണ് ഈ നിരീശ്വരവാദം അല്ലെങ്കിൽ കമ്മ്യൂണിസം? അതിൻ്റെ ഒരു ആരംഭം എന്നാണ് ആദ്യം ചില കാര്യങ്ങൾ കേൾക്കുക, എന്നിട്ട് അതിൻ്റെ വിമർശനം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാം. ക്രൈസ്റ്റ് ജീസസ് നമുക്ക് ധാരാളമായി കൃപയും സമാധാനം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഫോർ ബദൻ യു ഹാവ് കാണ്ടർ ലിബർട്ടി. നമുക്ക് ആദ്യം ഒരു വാട്സപ്പ് സന്ദേശം, എനിക്ക് ഇങ്ങോട്ട് വന്ന ഒരു ഇൻകമിംഗ് വാട്സപ്പ് സന്ദേശം കേട്ടിട്ട് അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ക്രൈസ്റ്റ് ജീസസ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് ആസ് ഫ്രീ പീസ് ടു. നീ അയക്കണ ഇങ്ങനത്തെ രാഷ്ട്രീയ വീഡിയോകളൊന്നും ഞാൻ കാണൂല, ദയവ് ചെയ്ത് അയക്കണ്ട. എന്തായാലും ഞാനൊരു കട്ട മാർസിസ്റ്റാരി തന്നെ. നീ പറയിക്കുന്നത് കൊണ്ട് ഞാൻ മാറാനും പോണില്ല, ഞാൻ നോക്കാനും പോണില്ല, മാറി ചിന്തിക്കാനും പോണില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം വീഡിയോ അയക്കണ്ട. നമുക്ക് ക്രൈസ്റ്റ് ജീസസിന്റെ കൃപയിൽ ആശ്രയിച്ചതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. ഒരു കട്ട മാർക്സിസ്റ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തി, ആ കട്ട മാർക്സിസ്റ്റ് ആയിരിക്കുന്ന വ്യക്തിക്ക് എന്താണ് കട്ടയായിട്ട് തന്നെ ഒരു റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ ഇപ്പോഴത്തെ മാർക്സിസം, അതായത് പിണറായി വിജയൻ്റെ മാർക്സിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിനും നമ്മുടെ ദേശത്തിന് തന്നെ, ഇന്ത്യക്ക് തന്നെയും ചിലപ്പോൾ ആപത്തായി മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് ആവശ്യമാണ്. ഇതൊരു വ്യക്തിയുടെ വ്യക്തിപരമായ വിവരമല്ല, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല. മാർക്സിസം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ പിണറായി വിജയൻ മാർക്സിസം എന്ന് പറയുന്നത് കപട മാർക്സിസം. ആ മാർക്സിസം ശരിക്കും പറഞ്ഞാൽ എന്താണ്? ദേശത്തിന് ആപത്താണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു ഉത്തരം നൽകാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് ബിബ്ലിക്കലായിട്ടുള്ള ഒരു ബേസ് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് സങ്കീർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ എന്താണ്, സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സങ്കീർത്തന പുസ്തകം എന്താണ്, 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഈ സാം ഓഫ് ഡേവിഡ്, അതായത് ദ ഫൂൾ ഹാത്ത് സെഡ് ഇൻ ഹിസ് ഹാർട്ട് ദർ ഈസ് നോ ഗോഡ്, ദേ ആർ കറപ്റ്റ്, ദേ ഹാവ് ഡൺ അബോമിനബിൾ വർക്ക്സ്, ദർ ഈസ് നൺ ദാറ്റ് ഡുവത്ത് ഗുഡ്, ദ ലോർഡ് ലുക്ക് ഡൗൺ ഫ്രം ഹെവൻ upon the children of man to see if there were any that did understand and see God. They are all gone aside, they are all together become filthy, there is none that doeth good, no, not one. Have all the workers of iniquity no knowledge, who eat up my people as they eat bread, and call not upon the Lord. There were they in great fear, for God is in the generation of the righteous. He has shamed the counsel of the poor, because the Lord is his refuge. Oh, that the salvation of Israel were come out of Zion. When the Lord bringeth back the captivity of his people, Jacob shall rejoice and Israel shall be glad. ഇനി നമുക്ക് സങ്കീർത്തന പുസ്തകം എന്താണ്, നമുക്ക് 54 വായിക്കുമ്പോഴത്തേക്കും 53 നമുക്ക് വായിക്കുമ്പോഴത്തേക്കും പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് അവിടെ നമുക്ക് കാണാൻ കഴിയും. ടു ദ ചീഫ് മ്യൂസിഷ്യൻ അപ്പോൺ മഹലത്ത് മാസ്റ്റിൽ എ സാം ഓഫ് ഡേവിഡ്, ദ ഫൂൾ ഹാത്ത് സെഡ് in his heart, there is no God, corrupt are they, and have done abominable iniquity, there is none that doeth good. God looked down from heaven upon the children of men to see if there were any that did understand, that did seek God. Every one of them is gone back, they are altogether become filthy, there is none that doeth good, no, not one. Have the workers of iniquity no knowledge, who eat up my people as they eat bread, they have not called upon God. They were they in great fear, where no fear was, for God pulling down strongholds. For God pulling down strongholds. Nam name living God, who is Magarius Father, Happy Father, living God who is richly alting sin joy, living God who is richly alting sin joy. Every good gift and every perfect it is coming from above the Father of lights. As free beasts, they were they in great fear, where no fear was, for God hath scattered the bonds of him that encampeth against thee. Thou hast put them to shame, because God hath despised them. Oh, that the salvation of Israel were come out of Zion. When God bringeth back the captivity of his people, Jacob shall rejoice and Israel shall be glad.
നാം ഇനി അടിമയത്തിൽ കുടുങ്ങി പോരുത്. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്സ് ക്യാൻസിൻ ഓൺ ഇമേജിനേഷൻസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ഓൺ ദി ലിബർട്ടി എർത്ത് ക്രൈസിസ് മിനിസ്റ്റർ ആൻഡ് നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ വിത്ത് ദ യോക്ക് ഓഫ് ബോണ്ടേജ്. നമുക്ക് അതിൻ്റെ മലയാളവും ഹിന്ദിയും കൂടെ ഒന്ന് വായിച്ചാൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ക്രൈസിസസ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. എന്തായാലും ഈ കട്ട മാർക്സിസ്റ്റ് പ്രവർത്തകയ്ക്ക് ഒരു നല്ല ചുട്ട മറുപടി കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, വായിക്കാം. ക്രൈസിസസ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. നമുക്ക് എന്താണ് സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. നമുക്കെന്താണ് സങ്കീർത്തനം 14 വായിക്കുമ്പോഴത്തേക്കും The fool hath said in his heart, there is no God, they are corrupted, they have done abominable works, there is none that doeth good. ദൈവമില്ലെന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്നവനില്ല. മൂർഖനെ अपने मन में कहा है कोई परमेश्वर है ही नहीं, वे बिगड़ गए, उन्होंने छिनौने काम किए हैं, कोई सुकर्मी नहीं. पुलिंग डाउन स्टॉल्स छिनौने काम किए हैं, कोई सुकर्मी नहीं, वे बिगड़ गए, उन्होंने छिनौने काम किए हैं, कोई सुकर्मी नहीं. The Lord looked down from heaven upon the children of man to see if there were any that did understand and see God. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. परमेश्वर ने स्वर्ग में से मनुष्यों पर दृष्टि की है कि देखे कि कोई बुद्धिमान, कोई परमेश्वर का खोजी है या नहीं. They are all gone aside, they are all together become filthy, there is none that doeth good, no not one. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. वे सबसे पुलिंग डाउन स्टॉल्स वे सब के सब भड़क गए, वे सब भ्रष्ट हो गए, कोई सुकर्मी नहीं, एक भी नहीं. Have all the workers of iniquity no knowledge, who eat up my people as they eat bread and call not upon the Lord. നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ, അപ്പം തിന്നുന്ന പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു, യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. ക്യാ കിസി अनर्थकारी को कुछ भी ज्ञान नहीं रहता, जो मेरे लोगों को ऐसे खा जाते हैं जैसे रोटी और परमेश्वर का नाम नहीं लेते. They were they in great fear, for God is in the generation of the righteous. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു, യഹോവ നീതിമാന്മാരുടെ തലമുറയിലുണ്ടല്ലോ. വഹാം ഉൻ पर भय छा गया, क्योंकि परमेश्वर धर्मी लोगों के बीच में निरंतर रहता है. He has shamed the counsel of the pure, because the Lord is his refuge. നിങ്ങൾ ദരിദ്രന്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു, എന്നാൽ യഹോവ അവന്റെ സങ്കേതമാവുന്നു. तुम तो दिन की युक्ति की हमसी उड़ाते हो, इसलिए कि यहोवा उसका शरण स्थान है. तुम तो पुलिंग डाउन स्ट्रॉन्गहोल्ड्स तुम तो दीन की युक्ति ही हमसी उड़ाते हो, इसलिए कि यहोवा उसका നാം ഇനി അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. With his stripes he are healed, for within he has called liberty. तुम तो stand fast for liberty, stand fast for liberty earth crisis made us free. നാം ഇനി അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്സ് കാസ്റ്റിംഗ് ഓൺ ഇമേജിനേഷൻസ്. तुम तो दीन की युक्ति की हमसी उड़ाते हो, इसलिए कि यहोवा उसका शरण स्थान है. Oh that the salvation of Israel were come out of Zion. When the Lord bringeth back the captivity of his people, Jacob shall rejoice and Israel shall be glad. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. फला हो कि इसराइल का उद्धार सियोन से प्रकट होता, जब यहोवा अपनी प्रजा को दासत्व से लौटा से आएगा, तब याकूब मगन और इसराइल आनंद होगा. पुलिंग डाउन स्ट्रॉन्ग्स നമുക്ക് എന്താണ് ശരിക്കും പറഞ്ഞാൽ 54 വായിച്ചു നോക്കി 53 വായിച്ചു നോക്കി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. The fool hath said in his heart, there is no God, corrupt are they, and have done abominable iniquity, there is none that doeth good. ദൈവമില്ലെന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു, അവർ വഷളന്മാരെ മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്നവൻ ആരുമില്ല. मूड ने अपने मन में कहा है कि कोई परमेश्वर है ही नहीं, वे बिगड़ गए, उन्होंने कुटिलता के छिनौने काम किए हैं. हाई पुलिंग डाउन स्टोन्स कोई सुकर्मी नहीं. God looked down from heaven upon the children of men to see if there were any that did understand, that did see God. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. परमेश्वर ने स्वर्ग पर से मनुष्यों के ऊपर दृष्टि की ताकि देखे कि कोई बुद्धि से चलने वाला वह परमेश्वर को
पूछने वाला है कि नहीं. Every one of them is gone back. They are altogether become filthy. There is none that doeth good, no, not one. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരെ തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. വേ സബ്സെ सब हट गए, सब एक साथ बिगड़ गए, कोई सुकर्मी नहीं, एक भी नहीं. क्या उन सब अनर्थकारियों को कुछ भी ज्ञान नहीं? Have the workers of iniquity no knowledge, who eat up my people as they eat bread, they have not called upon God. നീതികേട് പ്രവർത്തിക്കുന്നവർ അറിയുന്നില്ല, അപ്പം തിന്നുന്ന പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു, ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. जो मेरे लोगों को ऐसे खाते हैं जैसे रोटी और परमेश्वर का नाम नहीं लेते. they in great fear where no fear was, for God pulling down strongholds. Living God is richly all things enjoyed as free beast. For God hath scattered the bonds of him that encampeth against thee. Thou hast put them to shame, because God hath despised them. ഭയമില്ലാതിരുന്നിടത്ത് അവർക്ക് മഹാഭയമുണ്ടായി. നിന്റെ നേരെ പാളം ഇറങ്ങിയവൻ്റെ അസ്ഥികളെ ദൈവം ചിതറിച്ചുവല്ലോ. ദൈവം അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് നീ അവരെ ലജ്ജിപ്പിച്ചു. വഹാം ഉൻ पर भय छा गया, जहाँ भय का कोई कारण न था, क्योंकि यहोवा ने उसकी हड्डियों को जो तेरे विरुद्ध अस्फ्री बीचू छावनी डाले पड़े थे तितर बितर कर दिया. तूने तो उन्हें लज्जित कर दिया, इसलिए कि परमेश्वर ने उनको निकम्मा ठहराया है. पुलिंग डाउन स्टॉल्स फॉर बदनी हन काल्डर लिबर्टी, इसलिए कि परमेश्वर ने उनको निकम्मा ठहराया है. ओ दैट द सैल्वेशन ऑफ इस्राएल विल कम आउट ऑफ सियोन. When God bringeth back the captivity of his people, Jacob shall rejoice and Israel shall be glad. സിയോനിൽ ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഫലാ ഹോത്താ ഹി कि इस्राएल का पूरा उतार सियोन से निकल पुलिंग डाउन स्टॉल्स सियोन से निकला था. जब परमेश्वर अपनी प्रजा को बंधुआई से लौटा ले आएगा, तब याकूब मगन और इस्राएल आनंद होगा. पुलिंग डाउन स्टॉल्स फला होता कि इसराइल का पूरा उतार सियोन से निकला था. जब परमेश्वर अपनी प्रजा को बंधुआई से लौटा ले आएगा, तब याकूब मगन और इस्राएल आनंदित होगा. पुलिंग डाउन ऑफ God is not the other confusion but of peace. नाम इन्हें अडिमतिल कुड़ी वर्द फला होता कि इसराइल का पूरा उतार सियोन से निकला था. जब परमेश्वर अपनी प्रजा को बंधुआई से लौटा ले आएगा, तब याकूब मगन और इस्राएल आनंदित होगा. एक्सीडिंग जॉय നാം ഇനി അടിമത്തിൽ കുടി വരുത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ കട്ട മാർക്സിസ്റ്റുകാരിക്ക് ഒരു നല്ല മറുപടി കൊടുക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇനിയും ഉണ്ട് കാര്യങ്ങൾ. ഫോർ ബിനിഹോൻ കാളിനുള്ളി, അതായത് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സങ്കീർത്തനം നമുക്ക് വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. സങ്കീർത്തനം 94 എന്താണ് 20 വായിക്കുമ്പോൾ ഷാൾ ദ ത്രോൺ ഓഫ് ഇനിക്വിറ്റി ഹാവ് ഫെലോഷിപ്പ് വിത്ത് ദി വിച്ച് ഫ്രെയിമത്ത് മിസ്റ്റീഫ് ബൈ അല്ല, നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യത ഉണ്ടാകുമോ? ക്യാ തേരെ ഓർ दुष्टों के सिंहासन के बीच संधि होगी, जो कानून की आड़ में अस्फ्री पीस उत्पाद मचाते हैं. पुलिंग डाउन स्ट्रॉंगहोल्ड्स and be not entangled again the yoke of bondage, for within even calendar liberty. താഴത്ത് വായിക്കുമ്പോൾ ഈ കട്ട മാർക്സിസ്റ്റുകാർ എന്താണ് ചെയ്യുന്നത് നോക്കാം. ദേ ഗ്യാദർ ദംസെൽസ് ടുഗദർ അഗെയിൻസ്റ്റ് ദ സോൾ ഓഫ് ദ റൈറ്റസ് ആൻഡ് കണ്ടം ദ ഇന്നസെന്റ് ബ്ലഡ്. നീതിമാന്റെ പ്രാണന് വിരോധമായി അവർ കൂട്ടം കൂടുന്നു, കുറ്റമില്ലാത്ത രക്തത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. വേ ധർമ്മി കാ പ്രാൺ ലേനെ കോ ദൽ ബാന്ധതേ ഹൈം ഓർ നിർദോഷ് കോ പ്രാൺ ദൻ ദേത്താ ഹൈം. ബട്ട് ദ ലോർഡ് ഈസ് മൈ ഡിഫൻസ് ആൻഡ് മൈ ഗോഡ് ഈസ് ദ റോക്ക് ഓഫ് മൈ റെഫ്യൂജ്. എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എൻ്റെ ശരണശൈലമായ എൻ്റെ ദൈവമാകുന്നു. പരന്തു യഹോവ മേരെ पुलिंग डाउन स्टॉल्स मेरा गढ़ और मेरा परमेश्वर मेरी शरण की चट्टान पुलिंग डाउन स्टॉल्स ठहरा है. നാം ഇനി അടിമത്തിൽ കൂടി വരുന്നത്. ആൻഡ് ഈ ഷാൽ ബ്രിങ് അപ്പോൺ ദം ദെയർ ഓൺ ഇനിക്വിറ്റി ആൻഡ് ഷാൽ കട്ട് ദം ഓഫ് ഇൻ ദെയർ ഓൺ വിക്കറ്റ്നസ്. ദ ലോർഡ് അവർ ഗോഡ് ഷാൽ കട്ട് ദം ഓഫ്. അവൻ അവരുടെ നീതികേട് അവരുടെ മേൽ തന്നെ വരുത്തും, അവരുടെ ദുഷ്ടതയിൽ തന്നെ അവരെ സമ്മരിക്കും. നമ്മുടെ ദൈവമായ യഹോവ അവരെ സമ്മരിച്ചു കളയും. ഓർ ഉസ്നെ ഉൻകാ അനർത്ഥ കാം ഉന്നി पर लौटाया है और वह उन्हीं की बुराई के द्वारा सत्यानाश करेगा. हमारा परमेश्वर यहोवा
ഉൻകോ സത്യനാശ് കരേഗ. ബൈബിൾ പ്രകാരം വായിക്കുന്നു, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തന്നെ രക്ഷയില്ല. നാം രക്ഷപ്രാപൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമല്ല. ഞാൻ എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും. ബൈബിൾ ഇപ്രകാരം വായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതായത് ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദെൻ യു ആൻഡ് യുവർ ഫാമിലി ബി സേവ്ഡ് എന്നാണ് വായിക്കുന്നത്. മനസ്സിലായില്ലേ? ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദെൻ യു ആൻഡ് യുവർ ഫാമിലി വിൽ ബി സേവ്ഡ് എന്നാണ് വായിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുമ്പോൾ നൈദർ ഈസ് ദെയർ സാൽവേഷൻ ഇൻ എനി അതർ ഫോർ ദെയർ ഈസ് നൺ അതർ നെയിം അണ്ടർ ഹെവൻ ഗിവൺ എമോങ് മെൻ വെയർ ബൈ വി മസ്റ്റ് ബി സേവ്ഡ്. മറ്റൊരുത്തൻ്റെ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. അതായത് ക്രിസ്ത്യേശുവിൽ കൂടെ ഈ സത്യനാശത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ക്രിസ്ത്യേശുവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ക്രിസ്തുവിൻ്റെ കൃപയിലേക്ക്, അതായത് അവർ ഓൺലൈൻ ജീസസ് ക്രൈസ്റ്റിൻ്റെ കൃപയിലേക്ക് തിരിഞ്ഞ സത്യനാശത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് രക്ഷ പ്രാപിക്കാൻ കഴിയുന്നുള്ളൊരു പ്രത്യാശ നമുക്ക് എന്താണ് ബൈബിളിൽ കൂടെ ക്രിസ്ത്യേശുവിൽ കൂടെ നമുക്ക് ആസ്ഫ്രി ബീസ്റ്റു ഫോർ ബദിനി ഓൻ കാൽമട്ടി പുള്ളിംഗ് ഡോൺ സ്റ്റോൾസ് എന്താണ് സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി എർത്ത് ക്രൈസിസ് മേഡ് ഫ്രീ ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ ദി യോക്കമുണ്ട്. ക്രിസ്ത്യേശു സൗജന്യമായിട്ട് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യേശു എന്ത് ചെയ്യുന്നുണ്ട്? പുള്ളിംഗ് ഡോൺ സ്റ്റോൾസ് ഫോർ ബദിനി ഓൻ കാൽമട്ടി നമുക്ക് രക്ഷ നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രക്ഷ വേണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യേശുവിലേക്ക് തിരിഞ്ഞ് ആ സത്യനാശത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിട്ട് നമുക്ക് വിളിച്ചപേക്ഷിക്കാനുള്ള ഏക നാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവർ ഓൺലോണസ് ജീസസ് ക്രൈസ്റ്റിൻ്റെ നാമമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഓർ കിസി ദൂസരെ കെ ദ്വാര ഉത്താർ നഹി ക്യോങ്കി സ്വർഗ് കെ നീച്ചെ മനുഷ്യോं में और कोई दूसरा नाम नहीं दिया गया जिसके द्वारा हम उद्धार पा सकें. neither is there salvation in any other for there is none other name under heaven given among men whereby we must be saved. ഇനി മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ എന്താണ് 15 വായിക്കുന്നത്. ആൻഡ് ഹീ സെഡ് അൺടു ദം ഗോ യു ഇൻടു ആൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ടു എവരി ക്രീച്ചർ. പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. ഓർ ഉസ്നെ ഉൻസെ കഹാ തും സാരെ ജഗത് में जाकर सारी सृष्टि के लोगों को सुसमाचार प्रचार करो. He that believeth and is baptized shall be saved, but he that believeth not shall be damned. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാപ്പെടും. जो विश्वास करे और बपतिस्मा ले उसी का उद्धार होगा, परंतु जो विश्वास न करेगा वह दोषी ठहराया जाएगा. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ദീസ് സൈൻസ് ഷാൽ ഫോളോ ദം ദാറ്റ് ബിലീവ് ഇൻ മൈ നെയിം ഷാൽ ദേ കാസ്റ്റ് ഔട്ട് ഡെവിൾസ് ദേ ഷാൽ സ്പീക്ക് വിത്ത് ന്യൂ ടങ്സ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. और विश्वास करने वालों में ये चिन्ह होंगे कि वे मेरे नाम से दुष्टात्माओं को निकालेंगे. They shall take up serpents and if they drink any deadly thing it shall not hurt them. They shall lay hands on the sick and they shall recover. സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ പുള്ളിംഗ് ഡോൺ സ്റ്റോൾസ് അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ആസ്ഫ്രി പീസ്റ്റു നാം ഇനി അടിമത്തിൽ കൂടി പെടുത്ത് നई नई भाषा बोलेंगे, सांपों को उठा लेंगे और यदि वे नाशक वस्तु पी नाम ने अडमतिल कुड़ी पड़ते पी जाए तो भी उनकी कुछ हानि न होगी. वे बीमारों पर हाथ रखेंगे और वे चंगे हो जाएंगे. So then after the Lord had spoken unto them, he was received up into heaven and sat on the right hand of God. ഇങ്ങനെ കർത്താവ് യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു. निदान प्रभु यीशु उससे बातें करने के बाद स्वर्ग पर उठा लिया गया और परमेश्वर की दाहिनी ओर बैठ गया. And they went forth and preached everywhere, the Lord working with them and confirming the word with signs following. Amen. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. और उन्होंने निकलकर हर जगह प्रचार किया और प्रभु उनके साथ काम करता रहा और उन चिन्हों के द्वारा जो साथ साथ होते थे वजन को दृढ़ करता रहा. नाम ने अडिमतिल കൂടി പോരുത്. ആസ്ഫ്രി ബീസ്റ്റു പുള്ളിംഗ് ഡോൺ സ്റ്റോൾസ് ആസ്ഫ്രി ബീസ്റ്റു ഐ മീൻ പുള്ളിംഗ് ഡോൺ ഓഫ് നാം ഇനി അടിമത്തിൽ കൂടി പോരുത് ഫോർ ബുദ്ധൻ യോഹൻ കാൽവട്ടി. അപ്പോൾ നാം ഇനി ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്രിസ്തയേശുവിൽ വിശ്വസ്ത സ്നാനപ്പെട്ട് അവർ ഓൺലോണസ് ജീസസ് ക്രൈസ്റ്റിൻ്റെ നാമത്തിൽ എന്താണ് പുള്ളിംഗ് ഡോൺ സ്റ്റോൺസ് വിശ്വസ്റ്റസ് ബാപ്റ്റിസം സ്നാനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തയേശുവിൻ്റെ കൃപയാൽ ഈ അനർത്ഥങ്ങളിൽ നിന്നും ഈ തിന്മകളിൽ നിന്നും ന്യായവിധിയിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് രക്ഷ ലഭിക്കും. ബൈബിൾ പ്രകാരം വായിക്കുന്നു, ഓ റിച്ച്ഡ് മാൻ ദാറ്റ് ടൈം ഹൂ ഷാൽ ഡെലിവർ മീ ഫ്രം ദ ബോഡി ദിസ് ഡെത്ത്. നൗ ദർ ഈസ് നോ മോർ കണ്ടംനേഷൻ ദോസ് ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ദ ലവ് ദി സ്പിരിറ്റ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഹാസ് സെറ്റ് മീ ഫ്രീ ഫ്രം ദ ലവ് ഓഫ് സിൻ ആൻഡ് ഡെത്ത്.
ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആർവിടുകയും. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തീയസുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഈ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തീയസിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ബൈബിൾ ഇപ്രകാരം വായിക്കുന്നു. അതായത് ഇതിനോടുള്ള ബന്ധത്തിലൊരു കാര്യം കൂടെ പറയാം. ഒന്ന്, ജീസസ് ക്രൈസ്റ്റിനെ വിശ്വസിച്ചുകൊണ്ട് കൺഫെഷൻസ് പറഞ്ഞ് അതിനുശേഷം ജീസസ് ക്രൈസ്റ്റിന്റെ കൃപയിൽ ആശ്രയിച്ച് അവർ വൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് നെയിമിൽ വാട്ടർ ബാപ്റ്റിസം സ്വീകരിച്ച് ക്രൈസ്റ്റീസിന്റെ കൃപയിൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെവൻലി കിങ്ഡം എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടെന്ന് ഉറപ്പാക്കാൻ പറ്റും. ഫോർ ബെദൻ യു കാൾഡർ ലിബർട്ടി pulling down God is not the confusion but a peace and the not entangled again the yoke of bondage. നമുക്ക് പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് റോമർ കെഴുതിയ ലേഖനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് റോമർ കെഴുതിയ ലേഖനം 9:10 that if thou shalt confess with thy mouth the Lord Jesus and shall believe in thine heart that God hath raised him from the dead thou shalt be saved. ജീസസിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. कि यदि तू अपने मुंह से यीशु को प्रभु जानकर अंगीकार करे और अपने मन से विश्वास करे कि परमेश्वर ने उसे मरे हुए में से जिलाया तो विश्वास नाम ने अड़मतिल कुड़ी बरदु तो निश्चय उद्धार पाएगा. For with the heart man believeth unto righteousness and with the mouth confession is made unto salvation. ഹൃദയം കൊണ്ട് നീതിക്ക് വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്ക് ഏറ്റുപറയുകയും ചെയ്യുന്നു. For with the heart man believeth unto righteousness and with the mouth confession is made unto salvation. क्योंकि धार्मिकता के नाम ने अड़मतिल कुड़ी बरदु धार्मिकता के लिए मन से विश्वास किया जाता है और उद्धार के लिए मुंह से अंगीकार किया जाता है. For the scripture saith whosoever believeth on him shall not be ashamed. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ലെന്ന് തിരുവഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. क्योंकि पवित्र शास्त्र यह कहता है कि जो कोई उस पर विश्वास करेगा वह लज्जित न होगा. For there is no difference between the Jew and the Greek, for the same Lord over all is rich unto all that call upon him. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കൊണ്ട് സമ്പന്നനാകും. यहूदियों और यूनानियों में कुछ भेद नहीं, इसलिए कि वह सब का प्रभु है और अपने सब नाम लेने वालों के लिए उदार है. For whosoever shall call upon the name of the Lord shall be saved. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതിന് രക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ. क्योंकि जो कोई प्रभु का नाम लेगा वह उद्धार पाएगा. നാം ഇനി അടിമത്തിൽ കൂടി പോരുന്നു. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? ഫോർ ബെദൻ യു കാൾമൺ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16 വായിക്കുമ്പോൾ he that believeth and is baptized shall be saved but he that believeth shall not but he that believeth not shall be condemned. He that believeth and is baptized shall be saved but he that believeth not shall be damned. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാപ്പെടും. जो विश्वास करे और बपतिस्मा ले उसी का उद्धार होगा, परंतु जो विश्वास न करेगा वह दोषी ठहराया जाएगा. നാം ഇനി അടിമത്തിൽ കൂടി വരും. പിണറായി വിജയൻ്റെ ദുർഭരണങ്ങളും പിണറായി വിജയൻ PSC റാങ്ക് ലിസ്റ്റിലുള്ളവരോട് ചെയ്തതും അവരെ നിഷ്കാസിതരാക്കിയതും അവരുടെ നീതി നിഷേധിച്ചതും പിന്നെ അതുപോലെ തന്നെ ഏതാണ്ട് 10 വർഷത്തോളം ചെയ്ത അനീതികളും അധർമ്മങ്ങളും പിന്നെ അതുപോലെ തന്നെ അയാളുടെ ഭാഷയിൽ പറയുന്ന രക്ഷാപ്രവർത്തനം, അതായത് ഹെൽമറ്റ് കൊണ്ടൊക്കെ അടിച്ച് മനുഷ്യൻ്റെ തല അടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും പിന്നെ ആശുപത്രിയിൽ അതായത് ആരോഗ്യരംഗത്തുള്ള അനീതികളും കത്രിക മറന്നു വയ്ക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ബിസ്മീറിൻ്റെ ശ്വാസം മുട്ടി മരിച്ചപ്പോഴത്തേക്കും ജനങ്ങളുടെ ടാക്സ് കൊണ്ട് ജനങ്ങളാൽ തെരഞ്ഞെടുപ്പ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആരോഗ്യ പ്രവർത്തകർ, അതായത് അങ്ങനെയുള്ള ആരോഗ്യ പ്രവർത്തകർ തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത്? ആ ചികിത്സ ഉറപ്പാക്കേണ്ടതാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. അങ്ങനെ നിഷേധിച്ചതായിട്ടുള്ള പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേലധികാരി എന്നുള്ള അർത്ഥത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ എന്തൊക്കെയാണ് ചെയ്തതെന്നും അങ്ങനെ ചികിത്സാ നിഷേധം അതുപോലെ തന്നെ അധർമ്മം ചെയ്യുന്നതൊക്കെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തുകൊണ്ടിരുന്നൊക്കെ നമുക്കറിയാം. എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താണ് അയാളുടെ മുസ്ലിം പ്രീണനം പിന്നെ അതുപോലെ തന്നെ എല്ലാ മേഖലയിലുള്ള ഇയാളുടെ അനീതി കുറച്ച് നല്ല കാര്യങ്ങളെ പിന്നെ കേന്ദ്രം ചെയ്ത വികസനത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് കേരളമാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കാനുള്ള അയാളുടെ ശ്രമവും പിന്നെ മോഹൻലാലിനെ കൊണ്ടും സെലിബ്രിറ്റികളെ കൊണ്ടും സിനിമാ നടന്മാരെ കൊണ്ടും അതിനൊക്കെ ഒളിപ്പിച്ചെടുക്കാനുള്ള അയാളുടെ ശ്രമവും ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഇയാളുടെ തൊലിക്കട്ടി അപാരം തന്നെ പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ്. അപ്പോൾ അതുകൊണ്ട് ഇയാളുടെ ചതിക്കുഴിയിൽ അകപ്പെടാതിരിക്കാൻ പിന്നെ കോൺഗ്രസ്സുകാരുടെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മുസ്ലിങ്ങൾക്ക് രാജ്യം തീറെഴുതി കൊടുക്കാൻ നടക്കുന്ന രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ VD സതീശനും അത് മറ്റൊരു വശത്ത്, അതുകൊണ്ട് അതും ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെയും എന്ത് ചെയ്യേണ്ടത്, റെസിസ്റ്റിംഗ് ഷെഡ്ഫാസ്റ്റ് ഇൻ ഫെയ്ത്ത്. നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റ് ചെയ്യുന്നു, അതിനെ തകർത്ത് കളയുന്നു. ക്രിസ്ത്യൻസിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അതിനെ എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു. ഫോർ ബെദൻ യു കൾപട്ടി, അതായത് ആ ആശയങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു. പിന്നെ വടക്കേ ഇന്ത്യയിൽ പാസ്റ്റർമാരെയൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന പാസ്റ്റർമാരുടെ കയ്യിൽ നിന്ന് ബൈബിൾ പിടിച്ചെടുത്ത് മതസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ
ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എല്ലാ പൗരന്മാർക്കും മതസ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള മതം പ്രചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന RSS, ബജ്രംഗ ദൾ വല്ലാത്ത തള്ളാണ്, ബജ്രംഗ തള്ള് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ചാണകസംഖ്യകൾ, പാസ്റ്റർമാരെ ചാണകം തീറ്റിപ്പിക്കാൻ ശ്രമിക്കുന്ന RSSും ബജ്രംഗ തള്ളും എന്താണ് മറ്റൊരു വശത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യവിരുദ്ധമായ ശക്തികളെ ഒറ്റപ്പെടുത്തി ക്രിസ്ത്യസിനെ കൃപയിൽ ആശ്രയിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് നല്ലത് തന്നെ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുപ്പിൻ. സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി വർത്ത് ക്രൈസിസ് മിനിസ്ട്രി നാമിനെയും അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. എവരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് ഒരു പെർഫെക്റ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എബോവ് ദ ഫാദർ ഫ്ലേസ് ലിവിംഗ് ഗോഡ് ഹൂ ഈസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. O wretched man that time who shall deliver me from the body this death, now there is no more condemnation. Those who are in Christ Jesus, the law of the spirit of life in Christ Jesus has set me free from the law of sin and death. Now there is no more condemnation. Those who are in Christ Jesus, the law of the spirit of life in Christ Jesus has set me free from the law of sin and death. Exceeding stand fast on liberty worth crisis ministry നാമിനെ അടിമത്തിൽ കുടിപ്പോരുത്. Now there is no more condemnation. Those who are in Christ Jesus, the law of the spirit of life in Christ Jesus, God is not the other confusion but a peace. The law of the spirit of life in Christ Jesus has set me free from the law of sin and death. ബൈബിൾ വായിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻസിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിലും ക്രിസ്ത്യൻസിൽ ഡു നോട്ട് സിയർ ഡു നോട്ട് ഫിയർ നാമിനെ അടിമത്തിൽ കൂടി വെറുതെ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ഇനി പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്ത്യൻസിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. Now there is no more condemnation. Those who are in Christ Jesus, the law of the spirit of life in Christ Jesus has set me free from the law of sin and death. Exceeding joy. Do not that means do not fear at all, do not fear. Stand fast on liberty worth crisis ministry നാമിനെ അടിമത്തിൽ കൂടി വെറുതെ do not fear at all, do not fear. God is not the other confusion but a peace. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻസുള്ളവർക്ക് എന്തില്ല, ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്ത്യൻസിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എക്സീഡിങ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്ത്യൻസിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എക്സീഡിങ് ജോയ്, ഗ്രേറ്റ് ജോയ്. God is not the other confusion but a peace. Every good gift and your perfect it is coming from above the Father of lights. നാമിനെ അടിമത്തിൽ കുടിപ്പോരുത്. God is not the other confusion but a peace. Stand fast for liberty where the crisis ministry and not entangled again with the yoke of bondage. ക്രിസ്ത്യൻ നമുക്ക് ധാരാളം കൃപ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ലിവിംഗ് ഗോഡ് ഹൂ ഗീസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. പ്രകൃതിയും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് എൻജോയ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുക. വ്യഭിചാരവും കൊലപാതകവും അതൊക്കെ അകന്നിരിക്കുക. പരസംഗം, അതുപോലെ വിഗ്രഹാർപ്പതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തൊക്കെ അകന്നിരിക്കുക. പുള്ളിങ് ഡൊണസ്റ്റോൾസ് നമുക്ക് ക്രിസ്ത്യൻസിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറാം. പുള്ളിങ് ഡൊണസ്റ്റോൾസ് കൂടുതൽ പത്രവാർത്തകളും കൂടുതൽ വിമർശനങ്ങളുമായിട്ട് വീണ്ടും കാണുന്നവരെ സുരേഷ്കോയുടെ ഭാഷ പറഞ്ഞു ദേ പോയി ദാ വന്നു എന്തുണ്ട് വിശേഷങ്ങൾ. ആസ് ഫ്രീ ബിസ്യു നമുക്ക് ധാരാളമായി ക്രിസ്ത്യൻസിൻ്റെ കൃപ എൻജോയ് ചെയ്യാം. നമുക്ക് മുന്നേറാം.